ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ അങ്ങനെ എന്ത് രഹസ്യമാണ് ഈ വരാൻ പോകുന്ന സമയം പുറത്ത് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എന്തോ ഒരു രഹസ്യമുണ്ട്, അത് നിങ്ങൾക്ക് പോലും അറിയത്തില്ല, അത് പുറത്ത് വരാൻ പോകുകയാണ്. അപ്പോൾ അതാണ് റീഡിംഗ് ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എന്ത് മിസ്റ്ററിയാണ്, എന്ത് രഹസ്യമാണ് അൺഫോൾഡ് ആവുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫിയറിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുമെന്നാണ്. ഇവിടെ നിങ്ങൾ ഈ ഒരു പേടി കൊണ്ട് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. കഴിഞ്ഞു പോയ കുറേ മാസങ്ങളിൽ, വർഷങ്ങളിലായിട്ട് ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു പേടി ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിന് സമയമാകുമ്പോൾ മാത്രമേ അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുകയുള്ളൂ. അപ്പോൾ സമയമായിരിക്കുകയാണ്. ആ സമയമാകുമ്പോൾ അത് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും. അടുത്തത് എന്ന് പറയുന്നത്, നിങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അതായത് ഈ ഒരു കാര്യത്തിന് പരിഹാരം എനിക്ക് വേണം, പക്ഷേ നിങ്ങൾക്കത് ലഭിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയത്ത് ലഭിക്കും. ചില ആൾക്കാർക്ക് ബ്ലാക്ക് മാജിക്ക്, ചില ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളോടുള്ള, ചില ആൾക്കാർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട്, ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം. അപ്പോൾ ഇതൊക്കെ ഉടനെ തന്നെ അതിനെല്ലാം ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, പരിഹാരം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ഏതോ ഒരു ശത്രു മറഞ്ഞിരുന്ന് നിങ്ങളോട് വാർ ചെയ്യുകയാണ്, യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആരാണ് നിങ്ങളുടെ ശത്രു എന്ന്. അതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആരാണോ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രു, അവരെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഏതോ ഒരു വ്യക്തി ഉണ്ട്, ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുന്നത് എന്ന്. പക്ഷേ അത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ചില ആൾക്കാർക്ക് അറിയാം ഇന്ന വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നൊക്കെ അറിയാം. ഇവിടെ നിങ്ങളിപ്പോൾ എന്ത് പ്രോബ്ലമാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ അതല്ല നിങ്ങളുടെ പ്രോബ്ലം, വേറെ എന്തോ ആണ് നിങ്ങളുടെ പ്രോബ്ലം എന്നാണ് റീഡിംഗ് പറയുന്നത്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ നല്ല സമയം ആയിട്ട് പോലും നിങ്ങൾക്ക് ലൈഫിൽ നല്ലതൊന്നും സംഭവിക്കുന്നില്ല. പല ആൾക്കാരും വീഡിയോയിൽ കമൻറ്റ് പറയുന്നു, നിങ്ങൾ കുറേ ദിവസം കൊണ്ട് ഇത് തന്നെ പറയുന്ന, ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ പ്രോബ്ലം അതല്ല. ആരെങ്കിലും ഒരാൾ പറയുകയാണ് നിങ്ങളുടെ ഗ്രഹം എല്ലാം നല്ലതായിട്ടാണ് ഇരിക്കുന്നത്, ഗുരുവിൻ്റെ കൃപ നിങ്ങൾക്കുണ്ട്, ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിലും പക്ഷേ നിങ്ങൾക്കതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. ഇവിടെ ഗുരു കൃപ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഗുരു ഭഗവാൻ അത് മാറ്റിയിട്ട് നമ്മുടെ വീട്ടിൽ പോസിറ്റിവിറ്റി നിറയ്ക്കും. പക്ഷേ നിങ്ങൾക്കിവിടെ എന്തൊക്കെ നല്ലത് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. നല്ലത് ഒന്നും ലഭിക്കുന്നില്ല നിങ്ങൾക്ക്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു അവസരം സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു വിഘ്നം വരുന്നു, എന്തെങ്കിലും വിഘ്നം വന്ന് ആ ഒരു അവസരം പോകുന്നു. പിന്നെ നിങ്ങൾ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ അവസരം നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് എത്താൻ സമ്മതിക്കാതെ എന്തോ തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളുടെ ഒരു ഫിയർ, എന്തോ ഒരു മിസ്റ്ററി, എന്തോ രഹസ്യമാണിത്. അത് ഉറപ്പായിട്ടും അവസാനിച്ചാൽ മാത്രമേ നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആ ഒരു സന്തോഷവും ക്യാഷായാലും അവസരമായാലും ജോബായാലും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ ഈ ഒരു പേടി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം അൺഫോൾഡ് ആവും, ഉറപ്പായിട്ടും അൺഫോൾഡ് ആവും. ഇത് ദശാസന്ധിയോ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടോ ഉണ്ടായതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആത്മാവിനറിയാം, നിങ്ങളുടെ ആ ഒരു അന്തരാത്മാവിനറിയാം ഈ ഒരു പേടി മാത്രമല്ല, വേറെ പല കാര്യങ്ങളും നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സമയത്തിനെയാണ് വേസ്റ്റാക്കി കളഞ്ഞത്. നിങ്ങളുടെ സന്തോഷം അതിൽ തടസ്സം സൃഷ്ടിച്ചു. സന്തോഷിക്കാനുള്ള പല മാർഗങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റിയില്ല. ഇവിടെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അതേ നാളിലുള്ള ആൾക്കാരുടെ ജീവിതം നോക്കും. അപ്പോൾ നിങ്ങൾ തോന്നും അവർക്ക് എന്താ ലൈഫിൽ എല്ലാം കിട്ടുന്നു, അവർക്ക് ഒരു കുഴപ്പവുമില്ല, അവരുടെ ജീവിതം നല്ല എളുപ്പത്തിൽ ജീവിക്കുന്നു, പക്ഷേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്കെന്താ ഇങ്ങനെ പ്രശ്നം വരുന്നത് എന്ന് നിങ്ങൾ പലപ്പോഴും നോക്കാറുണ്ടത്. ഇതുകൂടാതെ മോശം ആൾക്കാരുടെ ലൈഫ്, അവർ നല്ല കർമ്മം ചെയ്യാതെ മോശം കർമ്മം ചെയ്തിട്ട് പോലും അവരുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുന്നു, അത് എന്തുകൊണ്ടാണ് എന്നും നിങ്ങൾ ചിന്തിക്കുന്നു. പിന്നെ നിങ്ങൾ കുറച്ച്
കുറച്ച് സമയത്തേക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, എൻ്റെ അടുത്തുള്ളവരുടെ, എൻ്റെ നാളിലുള്ള ആൾക്കാർ, മോശം കർമ്മം ചെയ്യുന്ന ആൾക്കാർ, അവരുടെയൊക്കെ ലൈഫൊക്കെ നല്ലതായിട്ട് പോകുന്നു, എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. അതിനുശേഷം നിങ്ങൾ പൂജ ചെയ്യുന്നതും അമ്പലത്തിൽ പോകുന്നതും ഇല്ല എങ്കിൽ നാമം ജപിക്കുന്നതൊക്കെ കുറച്ച് കുറയ്ക്കും. കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവം എനിക്കൊന്നും തരുന്നില്ലല്ലോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ദൈവത്തിനോട് പറയും, എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുണ്ട് എൻ്റെ വിഷമങ്ങൾ പറയാൻ എന്ന് പറഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പുകഴ്ത്തി മറ്റുള്ളവരോട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് ആ ഒരു കാര്യം വേറെ അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് നമ്മൾ ആരോടെങ്കിലും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറയുകയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്പോട്ടിൽ അത് തിരിച്ച് സംഭവിക്കും. അതുകൊണ്ട് അതുപോലും നിങ്ങൾക്ക് പേടിയാണ് മറ്റുള്ളവരോട് പറയാൻ പോലും. ഇവിടെ നിങ്ങളുടെ ശബ്ദം പോലും നിങ്ങൾക്ക് മോശം സൃഷ്ടിക്കുന്നതായിട്ട്, എന്തെങ്കിലും ആരോടെങ്കിലും പറയുന്നെങ്കിൽ പോലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം പറയാൻ. ആ ഒരു അവസ്ഥ, അതായത് ഒരു വലയിൽ അകപ്പെട്ട ഒരു പ്രാണിയെ പോലെയാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് മോശം സ്വപ്നങ്ങൾ വരുന്നു. അതായത് മരിച്ചുപോയ ആൾക്കാരെ സ്വപ്നം കാണുന്നു നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരെ നിങ്ങൾ സ്വപ്നം കാണും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഒരു വ്യക്തി എനിക്ക് തോന്നുന്നില്ല ഈ ഭൂമിയിലുള്ളതായിട്ട്, അവർ മരിച്ചു പോയ ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ മരിച്ച ആൾക്കാരുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ 7 നമ്പറുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണുള്ളത്, അല്ലെങ്കിൽ 9 നമ്പറുമായിട്ട്, 11 നമ്പറും നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാനും പറ്റുന്നില്ല. നിങ്ങൾക്ക് അത് അനുഭവിക്കുന്നതിനും അപ്പുറമാണ്. അത്രമാത്രം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആർക്കും ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ ഒരു പ്രശ്നം അതിലൊരു മാറ്റം ഉണ്ടാവാൻ പോകുകയാണ്. അതിനു വേണ്ടി എന്തോ ഒരു പരിഹാരം നിങ്ങളുടെ മുന്നിൽ തന്നെ വരുവാൻ പോകുകയാണ്. ഇവിടെ നിങ്ങളുടെ വിഷമം എന്താണോ അത് സ്വയം പുറത്ത് വന്നിട്ട് ആ ഒരു വിഷമം നിങ്ങൾ മറക്കാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായി വിനിയോഗിക്കുമ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വരും നിങ്ങൾ. ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ ഇത് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന്, നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ നിന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പേടി അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നം എന്താണോ അത്. ഇനി ഒരു വ്യക്തിയാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് എങ്കിൽ അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല മോശം പ്രശ്നങ്ങളും വന്ന് ആ വ്യക്തിക്ക് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നോക്കാൻ പോലും സമയം ഉണ്ടാവത്തില്ല. ഒരു വ്യക്തി രഹസ്യമായിട്ടിരുന്ന് നിങ്ങളുടെ ആ ഒരു ഗ്രോത്തിനെ തടയാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് തോന്നും നിങ്ങൾ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ല, സക്സസ്സിലെത്താൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഏതോ ഒരു ആൾ എൻ്റെ ഈ ഒരു ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുകയാണ്. പക്ഷെ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത അവസ്ഥയാണെങ്കിൽ 100% ഈ ഒരു വ്യക്തി വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്നത് എന്ന്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിഷമം തരുന്ന ആ ഒരു വ്യക്തി ആ ഒരു സ്ഥലത്തുനിന്ന് ഷിഫ്റ്റായി പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ലൈഫിൽ അങ്ങനെയുള്ള സ്ഥിതികൾ ഉണ്ടാകും. സ്ഥിതികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് അവിടെ നിന്ന് മാറേണ്ട അവസ്ഥ വരും. ഇവിടെ ഒരു മെയിൽ പേഴ്സൻ്റെ കാര്യമാണ് വന്നിരിക്കുന്നത്. ആ ഒരു മെയിൽ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാം, എങ്ങനെ മറ്റുള്ളവരെ തകർക്കാം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു വ്യക്തിയാണ് എന്നെ ഇങ്ങനെ ഈ അവസ്ഥയിലാക്കിയതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇവർ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ. ഇവിടെ ഇവരുടെ ലൈഫിലൊരു ടവർ മൂവ്മെൻ്റ് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ മറ്റൊരാളോട് ഇവരെക്കുറിച്ച് പറയും, ഞാൻ ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ അവരോട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മറ്റൊരാളോട് ഇവർ അറിയാതെ പറഞ്ഞു പോകും. ഇനി ഇപ്പോൾ ഇവർ നിങ്ങളോട് ഒന്നും പറയുന്നില്ല, ഇവരാണ് നിങ്ങളോട് തെറ്റ് ചെയ്തതെന്ന്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ ഇവർ സ്വയം ഇവരുടെ തെറ്റ് അംഗീകരിക്കും. അതായത് ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ സ്വയം ഇവരുടെ വായാൽ അംഗീകരിക്കുന്ന ഒരു സമയം വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് തകർക്കുന്ന മാത്രമല്ല ചെയ്തത്, നിങ്ങളുടെ മെൻ്റലി ഒത്തിരി വിഷമിപ്പിച്ചു. കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കുന്ന ആ ഒരു രീതിയിലാണ് ഇവർ നിങ്ങളോട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്.
ചിലപ്പോൾ നിങ്ങൾ ഇവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു, എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യേണ്ടത് പറഞ്ഞത്, ബാക്കിയുള്ളവരുടെ ജീവിതം അപേക്ഷിച്ച് എൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് മോശമാണല്ലോ എന്ന് നിങ്ങൾ ഇവരോട് തന്നെയായിരിക്കും പറയുന്നത്. പക്ഷേ ഇവർ ഇത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ടാവും ഉള്ളിൽ. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു പ്രശ്നം വളരെ സരളമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം. പക്ഷേ അവിടം വരെ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് മാറ്റാം. പക്ഷേ ശ്രദ്ധ അതിലോട്ട് പോകുന്നില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഒരു സമയം അങ്ങനെ ഉണ്ടാവാൻ പോകണം. നിങ്ങളുടെ എല്ലാ പ്രോബ്ലത്തിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവാൻ പോകുകയാണ്. അതായത് ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറേ സന്തോഷങ്ങൾ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിന് മുന്നേയായിട്ട് നിങ്ങളുടെ ദുഃഖം എന്താണോ അതിനെ ആദ്യം മാറ്റണം. എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് 777 എനർജി കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുമോ എന്ന്. വിട്ടുപോകും. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വിഷമം എന്താണോ, ആ പേടി എന്താണോ, അത് വിട്ടുപോകാൻ പോകുകയാണ്. ഇപ്പോൾ ഈ ഒരു നിമിഷം എന്ത് പ്രോബ്ലമാണോ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആരടുത്തും പറയാൻ പറ്റാത്ത ആ ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും മാറുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ട്, നിങ്ങൾ ഭയങ്കരമായിട്ട് ആരോഗ്യ പ്രശ്നം കാരണം വിഷമിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു മാറ്റമുണ്ടാവും. കാരണം നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയും, എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടായിരുന്നു, ഇപ്പോൾ പക്ഷേ എനിക്കതൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ പറയും. ആ രീതിയിലൊരു മാറ്റം ഉണ്ടാകും. ചില ആൾക്കാർക്ക് വീക്ക്നെസ്സാണ് പ്രോബ്ലം. അതായത് എത്ര ആഹാരം കഴിച്ചിട്ടും ഒരു വീക്ക്നെസ് പോലെ തോന്നും. നിങ്ങൾക്ക് തന്നെ തോന്നും, ഇതെന്താ ഞാൻ യോഗ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് എൻ്റെ ശരീരത്തിലില്ലല്ലോ എന്ന്. പക്ഷേ ഇനി നിങ്ങൾ വിചാരിക്കും, എൻ്റെ ആരോഗ്യമെല്ലാം നേരെയായിട്ടാണ് പോകുന്നത്, ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ നിങ്ങളുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ് എന്ന് കണ്ടാൽ നിങ്ങൾ അപ്പോൾ തന്നെ ആ ഒരു വസ്തു കഴിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് നിർത്തും. അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഹെൽത്തിനെ കുറിച്ച് ആലോചിച്ച് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ റീഡിങ്ങിൽ പറഞ്ഞതുപോലെ, ഏതൊരു വ്യക്തിയാണോ രഹസ്യമായിട്ട് നിങ്ങളെ ദ്രോഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം മൂടി അഴിയാൻ പോകുകയാണ്. ആ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുകയാണ്. എപ്പോഴാണോ ഇവരുടെ മുഖം മൂടി നിങ്ങളുടെ മുന്നിൽ വരുന്നത്, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരും, നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരും. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി സന്തോഷം ലഭിക്കും. നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്, വളരെയധികം ആത്മാർത്ഥതയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രൊട്ടക്റ്റീവും പൊസസീവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലെത്താൻ സാധിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകുമ്പോൾ തന്നെ. ഇവിടെ ചില ആൾക്കാരുടെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എപ്പോഴും തല ഇറക്കം, എപ്പോഴും ഉറക്കം വരുന്ന സ്വഭാവം. അതായത് നിങ്ങൾ രാവിലെ എണീച്ച് കുളിച്ച് നല്ല നാമമൊക്കെ ജപിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു തലയിറക്കവും അല്ലെങ്കിൽ ഒരു ഉറക്കം വരുന്ന സ്വഭാവം. മറ്റുള്ളവർ നോക്കുമ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുന്നു, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഉറക്കക്ഷീണവും തലയിറക്കവും അങ്ങനെ ഒരു സ്വഭാവം. അങ്ങനെ എന്തൊരു നെഗറ്റിവിറ്റി ആരോ നിങ്ങളുടെ മേൽ അയച്ചിട്ടുണ്ട്. അത് കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നുന്നത്. ഒരു പ്രശ്നം കാരണം നിങ്ങൾക്ക് എപ്പോഴും തലയിൽ ഒരു ഭാരമാണ്. അത് കാരണം നിങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി ബെഡിൽ കിടക്കും. കിടന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഈ ഒരു തലകറക്കം മാറി തലയുടെ ഭാരം ഒന്ന് കുറവുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എണീക്കും. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇത് നിങ്ങളുടെ അസുഖമല്ല, ആരോ നിങ്ങൾക്ക് നേരെ അയച്ച നെഗറ്റിവിറ്റിയാണത്. ഈ ഒരു പ്രശ്നം കൂടുതലായപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ മേൽ ആരോ ബ്ലാക്ക് മാജിക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആരുടെയും മോശം ദൃഷ്ടി നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു തലയിറക്കവും ഇതും, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് തലയിറക്കം. ആരോ നിങ്ങളെ മോശം ദൃഷ്ടി നിങ്ങളുടെ വീട്ടിൻ്റെ മേൽ വച്ചിട്ടുണ്ട്. ഗേറ്റ് കടക്കുമ്പോൾ തന്നെ തലയിറക്കവും എല്ലാം, പോകണ്ട, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പോകണ്ട എന്ന് തോന്നൽ, വീണ്ടും തിരികെ വീട്ടിൽ വരണം, ഒരിടത്തും പോകണ്ട, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെ തോന്നൽ വരുന്നത് ആ ഒരു വ്യക്തി നിങ്ങളെ വീട്ടിൽ തളച്ചിടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പുറത്തോട്ട് പോകുന്നതൊന്നും അവർക്ക് ഇഷ്ടമില്ല. പുറത്തോട്ട് ആരുമായിട്ട് സംസാരിക്കുക, അതൊന്നും ആ വ്യക്തിക്ക് ഇഷ്ടമില്ല. നിങ്ങൾ എപ്പോഴും വീട്ടിൻ്റെ അകത്ത് വയ്യ എന്ന് പറഞ്ഞ് കിടക്കണം. അതാണ് അവരുടെ ആഗ്രഹം.
ഇവിടെ ഉറപ്പായിട്ടും ഈ ഒരു മിസ്റ്ററി പോകും. നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഒരു ട്രാൻസ്ഫർമേഷൻ വരും. ഈ ഒരു വ്യക്തിയുടെ മെയിൻ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും തലകറക്കം എന്ന് പറഞ്ഞ് ബെഡിൽ കിടന്നുകൊണ്ടിരിക്കണം. ഒരിടത്തും പുറത്ത് പോകാൻ പാടില്ല. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണം. അതാണ് ഇവരുടെ ആഗ്രഹം. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ തലയിലൊരു ഭാരം മാറി ഒരു എന്താ പറയുക, ഒരു നല്ല ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫീലാകും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തോന്നും. എപ്പോഴും ഇങ്ങനെ കിടക്കുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. അത് നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ട്, ഇനി എനിക്ക് തളർച്ചയില്ല, ആരോഗ്യമുണ്ട് എന്ന് തോന്നൽ ഉണ്ടാകും. ഒരു പേടി അത് അൺഫോൾഡ് ആകുമ്പോൾ തന്നെ, ഈ ഒരു മിസ്റ്ററി അൺഫോൾഡ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ പരിവർത്തനം എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടുകൊള്ളുക. അത്രയ്ക്ക് നല്ലൊരു പരിവർത്തനമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പോൾ സ്വയം നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റാക്കി ആ ഒരു ബൗണ്ടറിയുടെ അകത്താണ് ഇരിക്കുന്നത്. പക്ഷേ ഇനി നിങ്ങൾ ആ ഒരു ബൗണ്ടറി എല്ലാം പൊട്ടിച്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു ബൗണ്ടറിയും സെറ്റാക്കത്തില്ല. അതായത് ഒരു സീമയുണ്ട് നിങ്ങൾക്ക്. ആ ഒരു സീമയിൽ നിന്ന് പുറത്ത് പോകാൻ നിങ്ങൾക്ക് പേടിയാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഏതറ്റം വരെ നിങ്ങൾ പോവാൻ ഒരു പേടിയുമില്ലാത്തൊരു വ്യക്തിയാണ്. റിസ്ക് എടുക്കുന്ന വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങൾ ഒരിക്കലും ഒരു കംഫർട്ട് സോണിലിരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. നിങ്ങളുടെ ചലഞ്ചസിനെ നിങ്ങൾ ഫേസ് ചെയ്ത് അതിൽ കൂടുതൽ ശക്തരാകുന്ന ആളാണ് നിങ്ങൾ. ആ ആളാണ് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നോക്കി പറയൂ, ആ ആളാണോ നിങ്ങളെന്ന്. നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നതിൻ്റെ കാരണം എന്താ? ആ ആളാണോ നിങ്ങൾ? അല്ല എന്ന് നിങ്ങൾ ഉറച്ച് പറയുക. എനിക്ക് എവിടെയും പോവാൻ ഒരു പേടിയുമില്ല, ഞാൻ എൻ്റെ ബൗണ്ടറീസ് എല്ലാം പൊട്ടിച്ച് പുറത്ത് വരും. അങ്ങനെ പറയുക നിങ്ങൾ നിങ്ങളോട് തന്നെ. അവിടെ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റിയും സന്തോഷവും വരുമ്പോൾ ആ ഒരു നെഗറ്റിവിറ്റിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അത് പുറത്ത് പോകും. അങ്ങനൊരു അവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. പക്ഷെ എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ഷഡ്യന്ത്രത്തിൻ്റെ പാത്രമായി നിങ്ങൾ. നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് ഈ ഒരു വ്യക്തി ഇല്ലാതാക്കി കളയുന്നത്. എന്തായാലും ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ ഉറപ്പായിട്ടും വരുന്നതാണ്. നമ്മൾ ചിങ്ങം 1-ാം തീയതി ആകുമ്പോൾ നമ്മൾ അതിന് മുന്നോടിയായിട്ട് എല്ലാം വൃത്തിയാക്കത്തില്ല. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നല്ല സമയം വരാൻ പോകുമ്പോൾ ആദ്യം നിങ്ങളുടെ ലൈഫിലെ മോശം ആൾക്കാരെ എല്ലാം മാറ്റും ദൈവം. എങ്കിൽ മാത്രമേ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ ഇരിക്കുന്ന സ്ഥാനം പോലും മാറേണ്ട അവസ്ഥ വരും. അതായത് നിങ്ങൾക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. അത്രമാത്രം കണക്ഷൻ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഉണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥ. പക്ഷേ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് മോശം ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് മനഃപൂർവ്വം ദൈവം അവിടെ നിങ്ങളെ മാറ്റുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറുമ്പോൾ തന്നെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് വരെ കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഒരു അവസരം വരും, ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വരും. ആ ഒരു ഐഡിയ, ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിലൂടെ നിങ്ങൾ ധനികരായിട്ടുള്ള വ്യക്തിയായി മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഈ ഒരു നിങ്ങളെ ദ്രോഹിച്ച ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകേണ്ടതുണ്ട്. ഈ ഒരു മെയിൽ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര വാശിയുള്ള സ്വഭാവമാണ്. എപ്പോഴും ഭയങ്കര വാശി, അങ്ങനെ ഒരു സ്വഭാവമാണ്. ഇവർക്ക് തലയിൽ എപ്പോഴും പെയിൻ ഉണ്ടാകും. അതുകൂടാതെ ക്യാഷ് പലവരുടെ മുന്നിൽ കാണിച്ചിട്ടുള്ള ഒരു സ്വഭാവം കണ്ടില്ലേ? അതായത് എൻ്റെ കയ്യിൽ കാശുണ്ട്, അതിൻ്റെ ആ ഒരു അഹങ്കാരം കാണിക്കുന്ന സ്വഭാവം. അതായത് ഒരു സന്തോഷം സെലിബ്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കണം. അതായത് ഇവരുടെ കയ്യിൽ ഒത്തിരി പൈസയുണ്ട്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ സെലിബ്രേഷൻ ചെയ്യുന്നതെന്ന്. അങ്ങനെ അവരെ കാണിപ്പിക്കുന്ന രീതിയിൽ ഇവർ സെലിബ്രേഷൻ ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, സ്വന്തം ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി പറയുന്ന സ്വഭാവം. അതായത് ഇവർക്ക് മാത്രം എല്ലാം സാധിക്കും, മറ്റുള്ളവർക്കൊന്നും സാധിക്കത്തില്ല, മറ്റുള്ളവരെല്ലാം വേസ്റ്റാണ്, അങ്ങനെയൊക്കെ പറയുന്ന സ്വഭാവം. നെക്സ്റ്റ്, പുകഴ്ത്തി പറയുന്നതിൽ പോലും പിശുക്കത്തരം കാണിക്കുന്നു. മറ്റുള്ളവർ നല്ലത് ചെയ്താലും പുകഴ്ത്തി പറയാൻ പോലും പിശുക്കത്തരം കാണിക്കുന്ന സ്വഭാവം. അതായത് ഒരു വ്യക്തിയുടെ കുറവ്, ഒരു വൈറ്റ് കളർ ഷർട്ട് ഒരു വ്യക്തി ഇട്ടേക്കണം, അതിലൊരു ബ്ലാക്ക് സ്പോട്ട് കണ്ട അയ്യോ ആ ബ്ലാക്ക് സ്പോട്ട് കണ്ടില്ലേ, അതെന്ത് മോശമാണ് ആ ഷർട്ടിന് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം. ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വിട്ടുപോയി. അത് മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. കൂടാതെ കുടുംബമായിട്ട് ഒരു നല്ല രീതിയിലല്ല ഇപ്പോൾ ഇവർ പോകുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് അത് ഉറപ്പായിട്ടും സംഭവിക്കും.
ഇത് നിങ്ങൾക്കൊരു വലിയ സൈനാണ്. അതായത് നിങ്ങളുടെ ശത്രു ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ സ്ഥാനത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ സൈനാണ് നിങ്ങൾക്കുള്ള. കാരണം ഒരു വ്യക്തിയോട് ദൈവം പല പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന്. പക്ഷേ അവർ കേൾക്കുന്നില്ല. വീണ്ടും വീണ്ടും തെറ്റുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ അവർക്ക് കൊടുത്തു. ഇവിടെ കുടുംബ ബന്ധത്തിൽ നല്ലൊരു വിള്ളൽ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇവർ ഓരോ കാര്യങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ മോശം ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ കിട്ടുവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നതായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അതിനൊരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കാരണമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെറുതെ സമയം നശിപ്പിച്ച് ഒത്തിരി ദുഃഖിക്കേണ്ടി വന്നത് മറ്റുള്ളവർ കാരണമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ശബ്ദം കൊണ്ട് ഇവർ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു. അതായത് ചില സമയം നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മോശം ഇൻഡക്ഷനാണ് വച്ചേക്കുന്നത് എന്ന്. പക്ഷേ ചില സമയം ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നു. ഈ ഒരു വ്യക്തി എന്നെക്കുറിച്ച് മോശം ഇൻഡക്ഷൻ വയ്ക്കുന്നെങ്കിൽ പിന്നെ ഈ വ്യക്തി എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നല്ലോ എന്ന് അങ്ങനെ കൺഫ്യൂഷൻ ആകുന്നു നിങ്ങൾക്ക്. ചില സമയം 50-50 ചാൻസ് വരുന്നു. അതായത് പകുതി ശതമാനം നല്ലതും പകുതി ശതമാനം മോശമാണ്. പക്ഷേ 40% 30% ഒക്കെ ചില സമയം വരാറുണ്ട്. ഇല്ല ഇവർ നല്ലതാണ് എന്ന്. പക്ഷേ ഇപ്പോൾ കൺഫർമേഷനായിട്ട് ഞാൻ പറയുകയാണ് ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല എന്ന് നിങ്ങൾക്ക് 80% തോന്നിയ നിമിഷങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ എപ്പോഴൊക്കെ നിങ്ങളുടെ കാര്യം വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം കാര്യം ചിന്തിക്കുന്നു. അങ്ങനെ ഒരു സ്വഭാവം ഇവരിലുണ്ട്. ഇവിടെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ കൂടെ ആര് നിൽക്കുന്നു, ആരാണ് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുകയാണ് വരാൻ പോകുന്ന സമയം. അതായത് നിങ്ങളുടെ മുഖത്ത് കണ്ണിലൊരു മറ ഉണ്ടായിരുന്നെങ്കിൽ ആ മറ മാറാൻ പോകുകയാണ്. റീഡിങ് നോക്കുമ്പോൾ ഒരു വ്യക്തിയെ അല്ല കാണാൻ സാധിക്കുന്ന ഒന്നിൽ കൂടുതൽ വ്യക്തി. അതായത് ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ട് വലിയ റീസണായി മാറിയത് നിങ്ങളുടെ ജീവിതം നശിക്കാനുള്ള. പക്ഷേ വേറൊരു വ്യക്തി വന്നിട്ട് ഉണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഗ്രോത്തിനെ തടയാൻ വേണ്ടി. ഇവിടെ നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങളോട് പറയണം ഇത് ചെയ്യണമെന്ന്. പക്ഷേ വേറൊരു വ്യക്തി നിങ്ങളോട് പറയണം അയ്യോ ഇത് ചെയ്യല്ലേ, ഇത് ചെയ്താൽ നിങ്ങൾക്ക് മോശമായിരിക്കും ലഭിക്കുന്നത് എന്ന്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളുക ആ ഒരു വ്യക്തി നിങ്ങളുടെ നല്ലതല്ല ആഗ്രഹിക്കുന്നത് എന്ന്. ഇവിടെ മെയിനായിട്ട് ശരിയായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയെ ഭ്രമിതരാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ ഇവർ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇവർ പറയുകയാണ് നിങ്ങളത് ചെയ്യരുത്, അങ്ങനെ പോവരുത്, ഇങ്ങനെ പോവരുത്, അത് ചെയ്യരുത്, ഞാൻ കൂടെ നിൽക്കത്തില്ല അങ്ങനെ ചെയ്താൽ എന്നൊക്കെ പറയുന്നെങ്കിൽ നിങ്ങൾ അവർ പറയുന്നത് കേൾക്കരുത്. നിങ്ങളെ ഭ്രമിതരാക്കാൻ നോക്കുക. കൂടാതെ നിങ്ങൾ തെറ്റായ ഡയറക്ഷനിൽ പോകണം. അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് ദൈവത്തിൻ്റെ നാമം പറഞ്ഞ് നാമം ജപിക്കുക. എന്നിട്ട് എനിക്ക് നല്ല വഴി കാണിച്ചു തരാൻ പറയുക. അപ്പോൾ ഉറപ്പായിട്ടും ദൈവം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു വഴി കാണിച്ചു തരുന്നതാണ്. അല്ലാതെ ഇവരുടെ വാക്കുകൾ വീണ് നിങ്ങൾ തെറ്റായ ഡയറക്ഷൻ ചൂസ് ചെയ്യരുത്. ഇതും അല്ലെങ്കിൽ നിങ്ങൾ ഭദ്രകാളി കോവിലിൽ ദർശനം ചെയ്യുക. അങ്ങനെ നിങ്ങൾ ദർശനം ചെയ്യുകയാണെങ്കിൽ നല്ല ആളാരെ മോശം ആളെന്ന് നിങ്ങൾക്ക് കണ്ണിൽ കാണിച്ചു തരുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് തീരുമാനം എടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു കൺഫ്യൂഷനും ഉണ്ടാവത്തുമില്ല. ഇനി നിങ്ങൾ ആരാണോ ബാക്ക്വേർഡ് ചെയ്യുന്നത്, ബാക്കിലോട്ട് വലിക്കാൻ ശ്രമിക്കുന്നത്, ഇനി അവരുടെ ആ ഒരു വലിയിൽ നിങ്ങൾ വീഴത്തില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ ആരൊക്കെയാണോ നിങ്ങളുടെ ആത്മവിശ്വാസം തകർത്ത് നിങ്ങളെ പിറകിലോട്ട് വലിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക നിങ്ങൾ. ഇല്ല എങ്കിൽ ഒരു ഹെൽത്തി ബൗണ്ടറി വയ്ക്കണം. അവർ നിങ്ങളുടെ ആ ഒരു വിജയത്തിൽ ഒരു തടസ്സവും സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു അവേക്കനിങ്ങിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റീഡിങ്ങിലൂടെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഇന്ന വ്യക്തി നിങ്ങളെ ചതിക്കുകയാണ്, നിങ്ങൾക്ക് പക്ഷേ മനസ്സിലാകുന്നില്ല. പക്ഷേ നിങ്ങൾ കൺഫ്യൂഷനിലാണ് ആ വ്യക്തിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു കാര്യം അറിയണമെന്നുള്ളത് ദൈവനിശ്ചയമാണ്. അതുകൊണ്ടാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയാൻ സാധിച്ചത്. ഒരു ബ്രൗൺ കളറിലുള്ള ഡോഗി നിങ്ങളുടെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ ബ്രൗൺ കളർ ഡോഗിയെ ചുമ്മാ കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ബ്രൗൺ കളറിലേക്ക് നിങ്ങൾക്കൊരു ആകർഷണം വരിക. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു നെഗറ്റീവ് പേഴ്സൺ റിലീസായി പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്നാണ്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനോബലം നശിക്കണം, നിങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു വ്യക്തിയുടെ എല്ലാ പ്ലാനിങ്ങും തകരുകയും ചെയ്യുന്നു. ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക്
അത്രമാത്രം ഫ്രസ്ട്രേഷനും അത്രമാത്രം വിഷമമാണ് തന്നത്. നിങ്ങൾക്ക് കരഞ്ഞു പോലും നിങ്ങളുടെ ആ ഒരു വിഷമം തീർക്കാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം വിഷമമാണ് ഈ വ്യക്തി തന്നത്. പക്ഷേ ഇനി ലൈഫിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തളർന്നു പോയിട്ടില്ല, നിങ്ങൾ ശക്തിയുള്ളവരാണ്, നിങ്ങൾക്കും എന്തും സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഇവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.